ഹരേ കൃഷ്ണ. എന്നോട് പലരും ചോദിക്കാറുള്ള ചോദ്യമാണ് എങ്ങനെയാണ് ജപമാല ഉപയോഗിക്കേണ്ടതെന്ന്. ജപമാല നമുക്ക് തുളസിയുടേതോ നീമിൻ്റെതോ രുദ്രാക്ഷമണിയോ ഏത് വേണമെങ്കിലും ജപമാലയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ജപിക്കുമ്പോൾ ഈ ജപമാല നീമിൻ്റെയാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ മുത്തുമണികളുണ്ട്, വലിയ മുത്തുമണികളുണ്ട്. നമ്മുടെ ഈ വലിയ സ്റ്റാർട്ടിങ് മുത്ത് എന്ന് പറയുന്നത് കൃഷ്ണനാണ്. കൃഷ്ണനും 108 ഗോപികോപന്മാരും. അപ്പോൾ ഇതിന്ന് ചെറുതുനിന്ന് നമ്മൾ തുടങ്ങണം. ചൂണ്ട് വിരൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലെയാണ് ജപമാല പിടിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഓരോ മുത്തിലും ഇങ്ങനെ ഈ തള്ള വിരൽ വെക്കുക, എന്നിട്ട് ജപിക്കുക, എന്നിട്ട് അതിങ്ങനെ താഴത്തേക്ക് താഴ്ത്തുക. അങ്ങനെയാണ് നമ്മൾ ജപിക്കേണ്ടത്. ഇനി എന്താണ് ജപിക്കേണ്ടത്? നമുക്ക് ഏത് മന്ത്രവും ജപിക്കാം. പക്ഷേ മന്ത്രിക്കുന്നവനെ ത്രാണനം ചെയ്യുന്നത്, ഉയർത്തുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത്. പക്ഷെ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കണമെങ്കിൽ ഗുരുവിന്റെ ദീക്ഷ ലഭിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ മന്ത്രങ്ങളും നമുക്ക് ഇതുപോലെ ജപിക്കാൻ സാധിക്കില്ല. ആ മന്ത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവൊക്കെ നമ്മൾ നേടണം, ഗുരുവിന്റെ അനുഗ്രഹം വേണം. അങ്ങനെയൊക്കെയാണ് സാധാരണ